ഹേ ഗായ്സ്, നമ്മുടെ പുതിയൊരു ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പൊ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്ത ഒരു പാർട്ട് 2 ഒരു ചലഞ്ച് ഉണ്ട്. അതായത് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷനിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ മുംബൈയിലാണ് സുഹൃത്തുക്കളെ. മുംബൈ നഗര വീതികളിൽ കൂടെ ഇന്ന് ഒരു പുണ്ണാക്കം അറിയാതെ ഞാനും മൃതലെ നോടാൻ വേണ്ടി പോവാണ്. ചലഞ്ചിന് പങ്കെടുക്കാൻ വേണ്ടി രണ്ടുപേരും കൂടി ഉണ്ട്. ഒന്ന് ബിച്ചോണ് ദീപ്തി. അപ്പൊ ഇന്ന് ഇവർ രണ്ടുപേരാണ് പേര്. അപ്പം അന്നത്തെ ചലഞ്ച് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി പറയാം. നമ്മൾ ഈ നിൽക്കുന്ന ലൊക്കേഷൻ, അതായത് ബിച്ചോന്റെ ദീപ്തിയുടെ ഫ്ലാറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ദൂരം നമ്മൾ ആരാണോ ട്രാവൽ ചെയ്യുന്നത് അവരായിരിക്കും ഈ ഗെയിമിൽ വിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ 3 പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചിരിക്കണം. ഒന്ന് ഓട്ടോ ഓർ ക്യാബ്, അത് നമ്മുടെ ചോയ്സ് ആണ്. അനദർ വൺ ബസ് കമ്പൽസറി ആണ്. അറ്റത് മെട്രോ ഒരു ട്രെയിൻ, അത് ഇതാണ്. അപ്പൊ ഇത് മൂന്നും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ്. എനിത്തിങ് ഇൻ മുംബൈ ഒന്നും അറിയത്തില്ല, മുംബൈയിലാണല്ലോ നിന്നെ പറ്റിട്ടത്. കോൺഫിഡൻസ് ഉണ്ടോ? അത് അഹങ്കാരല്ല, കോൺഫിഡൻസ് കാണാൻ. അന്ന് നമ്മൾ 1 മണിക്കൂറാണ് നമ്മൾ ചലഞ്ചിന് വേണ്ടി എടുത്ത ടൈം എന്ന് പറയുന്നത്. പക്ഷെ 1 മണിക്കൂർ നമുക്ക് ട്രിവാൻഡ്രം എന്നുള്ള സിറ്റിയിൽ അത് ഇനഫായിരുന്നു, കാരണം നമുക്ക് വലിയ ട്രാഫിക് ഒന്നുമില്ല. പക്ഷെ മുംബൈ എന്നുള്ള നഗരത്തിൽ ഇത് പോസിബിൾ അല്ല, കാരണം 1 മണിക്കൂർ കൊണ്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തണമെങ്കിൽ 1.5 മണിക്കൂർ നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങുന്നത്. രാവിലെ ഓഫീസ് ടൈം അതുകൊണ്ട് ഫുൾ ട്രാഫിക് ആയിരിക്കും. നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങും. അപ്പം നമ്മൾ ഇന്ന് എടുക്കുന്ന ടൈം 1.5 മണിക്കൂറാണ് സുഹൃത്തുക്കളെ. അപ്പൊ 1.5 മണിക്കൂർ കൊണ്ട് ഇവിടെ നിന്ന് ഏറ്റവും ലോങ് ഡിസ്റ്റൻസ് ആര് കവർ ചെയ്യുന്നോ അവരായിരിക്കും വിന്നർ. അന്നത്തെ പോലെ തന്നെ റൂൾസ്, അവിടെ ചെന്നതിന് ശേഷം ലൈവ് ലൊക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക, അവിടെ നിന്ന് ഈ സ്ഥലത്തേക്ക് മാപ്പ് ഇടുക. ഓക്കെ ഓക്കെ ചേച്ചി, ഓക്കെ. സ്റ്റാർട്ട്. റെഡി, 1 2 3 ഗോ. വിളിച്ചോ വന്നോ. അയ്യോ, അവർ ആ വഴി പോയോ, നമ്മൾ ഈ വഴി തുടങ്ങിയപ്പോഴേ എന്തൊരു ആവശ്യം, അവരെ കാണുന്നില്ല. ഓട്ടോ ഓട്ടോ ഓട്ടോ. യെസ് ഗൈസ്, അവർക്ക് ഓട്ടോ കിട്ടിയില്ല, നമുക്ക് ഓട്ടോ കിട്ടി. അവര് ഓട്ടോ പിടിച്ചെണ്ണ, അവര് ഓട്ടോ വിളിട്ടെ, നമ്മളും പിടിച്ച ഓട്ടോ. അപ്പൊ ഗൈസ്, നമ്മളെക്കാട്ടി മുമ്പേയാണ് അവര്. അതല്ലായിരുന്ന ഷോർട്ട് കട്ട്, അവര് പെട്ടെന്ന് കയറിയാണ്. കുഴപ്പമില്ല, ആദ്യമായിട്ടാണ് മുംബൈയിലെ റെയിൽവേ സ്റ്റേഷനിലൂടെ ഒക്കെ പോകാൻ പോകുന്നത്. റെയിൽവേ സ്റ്റേഷൻ കൊണ്ടാ ഇതുവഴി. Now train. Yes, now we will take local train. Local train for there. Now we will take CST. നമ്മളിപ്പോ വിക്ടോറിയ റെയിൽവേ സ്റ്റേഷനിലാണ് ഗൈസ്. ഓക്കേ, അത് കൊള്ളാട്ടോ. അപ്പൊ ടിക്കറ്റ് ഒക്കെ ദാണ്ട് ഇവിടെ ഇങ്ങനെ ഓരോരോ കൗണ്ടർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് വേണം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കേ, സെറ്റ്. ഇവിടെ ഗൈസ്, നമ്മളിവിടെ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഇരിക്കാനുള്ളൊരു മനസ്സ് വരുന്നില്ല. പിന്നെ 2:22 ട്രെയിൻ എന്ന് പറഞ്ഞേ. നമ്മൾ അതേ സമയത്ത് അവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെന്നുള്ളതാട്ടോ. ട്രെയിൻ ഗൈസ്, നമ്മുടെ ട്രെയിൻ ഗൈസ്. ഡെയിലി ഒരു 80 ലക്ഷത്തോളം പേര് മുംബൈയില് ലോക്കൽ ട്രെയിൻ യൂസ് ചെയ്യുന്നുണ്ട്. അടിപൊളി, നമ്മളിൽ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ട്രെയിൻ ഗൈസ്. നമുക്ക് വരാനുള്ള ട്രെയിൻ ഡേ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഘാട്ട്കോപ്പർ പോവുകയാണ്. അവിടുന്ന് നമ്മൾ നേരെ മെട്രോ കണക്ട് ചെയ്യാൻ പോകും. അപ്പൊ നമ്മൾ ട്രെയിൻ, ഓട്ടോ ആൻഡ് ട്രെയിൻ ഇത് രണ്ടെണ്ണം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്യും, ട്രെയിനിൽ കയറുമ്പോൾ കംപ്ലീറ്റ് ചെയ്യും. ഇനി നമുക്ക് നിൽക്കുന്ന ബസ് മാത്രമേ ഉള്ളൂ. എനിക്ക് വീണ്ടും ആത്മവിശ്വാസം തന്നോണ്ടിരിക്കുക കേട്ടോ. നമ്മളെന്താണ് ചെയ്യാൻ പോകുന്നത്? ടൈം നമുക്ക് 11 മിനിറ്റ് ആയിക്കുള്ളൂ. 11 മിനിറ്റ് ആയിട്ടുള്ളൂ. മുടിഞ്ഞ് തിരക്കാട്ടോ. ഇവിടെ വ്ലോഗ് എടുക്കുമ്പോൾ എല്ലാവരും നമ്മളെ തന്നെ നോക്കുന്നു. ഡോണ്ട് നോ, നമ്മുടെ നാട്ടിൽ അങ്ങനെ നോക്കാറില്ല. എനിക്ക് എന്തോ പോലെ തോന്നുന്നു. ഈ ഇരിക്കുന്ന എല്ലാവരും എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു.
Vikhroli. Okay. And where we are going towards CSTM. Okay. Okay. Now this will Which show time? me the Time. Okay. current one. Okay. Now we are. We can look at any time. Anytime. സമയം 16 മിനിറ്റ് ഗൈസ്. ട്രെയിനിൽ തന്നെ ഓരോ ദിവസവും ഇത്രയും പേര് മരിക്കുന്നു ഈ ട്രെയിനിന്റെ തിരക്കി പറ്റിയിട്ട്. മരിക്കാറുണ്ട്. ഒരുപാട് പേര് നമ്മുടെ കൺമുന്നിൽ കൂടെ ആൾക്കാർ ഇതിനെ എടുത്തോണ്ട് പോകാറുണ്ട്. ഇവിടുന്ന് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകുമ്പോൾ വലിയ ദൂരം കുറവാണ്. പക്ഷേ തിരക്കുണ്ട്. ശ്വാസം മുട്ടുന്നു. ഇനി ചേച്ചി ഇപ്പോഴായിട്ട് പറയുന്നത് ചേച്ചി ഒരു വർഷത്തിൽ 2 ഫോൺ അല്ലേ 2 ഫോൺ കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് ഈ ടൈമൊക്കെ നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടും. പക്ഷെ ഓഫീസ് ടൈമിൽ നിൽക്കാൻ പോലും സീറ്റ് കിട്ടത്തില്ലേ. പക്ഷെ കൂടുതലും പെണ്ണുങ്ങളായിരിക്കും നമ്മൾ വിചാരിക്കാത്ത. പക്ഷെ വെൽ ഡ്രസ്ഡ് ലേഡീസ് റിക്കഗ്നൈസ് അത് നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ വന്ന് നമ്മുടെ അതും ഇടുങ്ങി നിൽക്കുന്നുണ്ടോ നമുക്ക് അറിയാൻ പോലും പറ്റത്തില്ല. നമ്മുടെ ദേഹത്ത് തൊടുന്നുണ്ടോ, നമ്മുടെ പോക്കറ്റിക്കായിട്ട് നമ്മുടെ ഫോൺ എടുക്കുന്നുണ്ടോ ഒന്നും നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ ഒരു വർഷം തന്നെ 2 ഫോൺ പോയി എന്നാണ് പറയുന്നത്. അതുപോലെ എല്ലാവരുടെയും സ്മൈലിംഗ്. ഇവിടുന്ന് മെട്രോ കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വെൽക്കം ടു മുംബൈ മെട്രോ. ഇത് വൺ ടാസ്ക് ആട്ടോ. ഇവിടെ ക്യൂ ആണ്, നല്ല ക്യൂ ഉണ്ട്. അങ്ങോട്ട് ഇതുവരെ ഉണന്നിട്ടില്ല. ഇടയ്ക്കൊന്ന് ഉണന്ന് ഇപ്പം ഞാൻ പാല് മിൽക്ക് ഓൾറെഡി ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ജസ്റ്റ് അത് അമ്മ വായിലോട്ട് വെച്ച് കൊടുത്തു. ഇച്ചിരി കുടിച്ചിട്ട് അമ്മയെ നോക്കി ചിരിച്ചുകൊണ്ട് വീണ്ടും കിടന്നുറങ്ങുന്നേ. ഇനി കുഴപ്പമില്ല. ഇനി എനിക്ക് അപ്പം ആ കാര്യത്തിൽ ഇനി എനിക്ക് ടെൻഷനില്ല. നമ്മുടെ ട്രെയിൻ യാത്ര സ്റ്റോപ്പിംഗ് ഹിയർ. ഓക്കെ. ഇനി ചേച്ചിക്കും ചെല്ലാം ചേട്ടാ. ഇവിടുന്ന് എങ്ങനെ ബസ് കിട്ടുമെന്ന് ചേച്ചിക്ക് അറിഞ്ഞൂടാ. ചോദിച്ചു പറയാൻ ഭാഷ അറിഞ്ഞൂടാ. ആ അത് കാണാനും ഉണ്ട് കേട്ടോ. ഒരു നല്ല രസമുണ്ട് കാണാൻ. മെട്രോ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ ഗൈസ്. എന്നാ അരമണിക്കൂറാ പറയും. അരമണിക്കൂറായി. 26 മിനിറ്റ്. 1 മണിക്കൂറും 4 മിനിറ്റും ഉണ്ട്. റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടി റോഡിൻ്റെ അടിയിൽ കൂടെ ഒക്കെ പാലമുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ട്രാഫിക്ക് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. ബ്രിഡ്ജിൽ കൂടെ പോയാൽ മതി. പക്ഷേ കൊള്ളാല്ലേ, അടിപൊളി. ഓക്കെ. ചേച്ചിയുടെ അച്ഛൻ ഇവിടെ 25 വർഷം ജോലി ചെയ്തു കേട്ടോ. ഗവൺമെന്റ് ഉദ്ദേശിച്ചായിരുന്നു. എന്തൊരു ജോലി? PMC, മുനിസിപ്പൽ കോർപ്പറേഷൻ. ഇത്രയും നേരം ചൂടത്ത് നിന്നിട്ട് അതോട് കയറിയപ്പോൾ നല്ല ചൂട്. മെട്രോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഗാഡ്കപ്പറിലാണ്. ഗാഡ്കപ്പറിൽ നിന്ന് ജാഗ്രി നഗർ, അസൽഫ, സാക്കിനക്ക, മറോൾ നക്ക, എയർപോർട്ട് റോഡ്, ചക്കാല, പിന്നെ ഹൈവേ, അന്തേരി, ആസാദ് നഗർ, DN നഗർ, വർസോവ. അവിടെയാണ് നമ്മൾ പോകേണ്ടത്. വർസോവ നമ്മൾ ഏറ്റവും എൻഡിൽ ഇറങ്ങുക. അതെ, എൻഡിൽ ഇറങ്ങിയിട്ട് നമ്മൾ എങ്ങോട്ടാ പോകേണ്ടത് തീരുമാനിക്കാം. അതാണ് നമ്മൾ ഈ ആൾക്കാരുടെ ഇടയിൽ കൂടെ കിടന്ന് ഓടുവാട്ടോ. ഓക്കെ. നമ്മളിതായിട്ട് റെയിൽവേ സ്റ്റേഷൻ നമ്മളവിടാണ് വന്നത്. ഓക്കെ. You go outside. Okay. You take bus from there. Okay. It's a challenge. We need bus. Yes, sir. മണിക്കൂർ 40 മിനിറ്റ് 40 മിനിറ്റ് ആവാറായി. അതെ. സമയം ഇപ്പൊ മെട്രോ കയറുമ്പോൾ തീ പോലെ പോയി. മെട്രോ വഴിയൊക്കെ നമ്മുടെ മലയാളികൾ ആരെങ്കിലും ഒക്കെ പോകാറുണ്ടോ? സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഇതാരെ കമന്റ് ചെയ്യണേ. ഈ സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന എന്തായാലും മലയാളികൾ കാണൂല. ഉറപ്പായിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പൊ കമ്പനി നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ വർക്ക് ചെയ്ത കമ്പനി ഇവിടെയാണ് വർക്ക്. ഞാനും ദീപ്തി ഇവിടെ ആയിരുന്നു. ഇത് എന്തിന്റെ ഓഫീസാ? ഇവിടെ ഒരു ലീല എന്നുള്ള കമ്പനി ഉണ്ടല്ലോ, ലീല ഹോട്ടലിൽ. അവരുടെ ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് ലീല ബിസിനസ് പാർക്ക്. അവിടുത്തെ റിയ ട്രാവൽസിലാണ് ഞാനും ദീപ്തിയും വർക്ക് ചെയ്തത്. നമുക്ക് ബസ്സിൽ പോകണം അവർക്ക് അറിഞ്ഞൂടല്ലോ. അവർ പറഞ്ഞു എവിടെ പോകാൻ, ബസ് എവിടെ നിർത്തുന്നത്, എവിടെ പോകാനാ, ടാക്സിക്കാർ അങ്ങനെ പറയുള്ളൂ. പക്ഷെ നമുക്ക് ബസ് വേണം. നമ്മുടെ ബസ് തന്നെ ഗൈസ്. അയ്യോ തള്ളി ട്രെയിനിൽ പോലും ഇത്രയും തള്ളില്ലായിരുന്നു. ഓക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ DN നഗറിൽ ഇറങ്ങിയിട്ടുണ്ട്. ഗൈസ് 55 മിനിറ്റ് നമ്മൾ ചലഞ്ച് ചെയ്യുന്ന വീഡിയോ കൂടെ കണ്ടിട്ടല്ലേ ഉള്ളൂ. അതെ. എങ്ങനെയുണ്ട് റിയൽ ലൈഫിൽ ചെയ്തപ്പോൾ? ഒരു പരിവായി. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഗൈസ് ഗ്ലാസ് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ കയറി പെട്രോണൊക്കെ അല്ല, അത് വരുമ്പോഴേ ഇത് ഓപ്പൺ ചെയ്യും. ടാസ്ക് ആയിരുന്നു മറ്റേതൊക്കെ ട്രെയിനിൽ സുഖമായിട്ടൊക്കെ ഇരുന്നാൽ മതിയായിരുന്നു. നല്ല തിരക്കുള്ള ബസ്. അതിന് നെക്സ്റ്റ് സ്റ്റേഷനിൽ ഇറങ്ങുകയും ചെയ്യും.
ടെൻഷൻ ഗൈസ് ടെൻഷൻ. ഇനി അരമണിക്കൂർ കൂടെ ഉള്ളൂ, അതിനിടയ്ക്ക് നമുക്ക് ഒരു ബസ്സിലൂടെ കയറണം. കാരണം ഈ സ്റ്റേഷൻ നമ്മൾ 7ാമത്തെ സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത്. അതെ 7ാമത്തെ സ്റ്റേഷനാണ്. മിക്കവാറും നമ്മൾ 20 മിനിറ്റ് ആവുന്നെങ്കിൽ അതിന് മുമ്പ് ഏത് ജംഗ്ഷൻ ഏത് സ്റ്റോപ്പാന്ന് വെച്ചാൽ അവിടെ ഇറങ്ങും കേട്ടോ. ഇറങ്ങിയിട്ട് ബസ്സിൽ ഏതെങ്കിലും ബസ്സിൽ കയറുക. കാരണം നമുക്ക് റൂൾസ് കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ ബസ്സിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നമ്മൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി കേട്ടോ. പിന്നെ ഇനി ഇവിടെ നമുക്ക് ക്യാബ് വിളിക്കണം. ഏതെങ്കിലും ക്യാബ് വിളിച്ച് നമുക്കിനി ദൂരെ എത്രയും ഫാസ്റ്റിൽ പോകാമോ അത്രയും ഫാസ്റ്റിൽ ദൂരെ പോകണം. ഒന്ന് 10 ആവാറായി. നമ്മളൊരു മെട്രോയിൽ നിന്ന് ഡാൻസ് ഒക്കെ കാച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും 1:10 ഇനി 20 മിനിറ്റും കൂടി കേട്ടോ. 20 മിനിറ്റ്. തൊട്ട് കൊടുക്കൂല. ഗൈസ്, ഞാനീ പറയുന്ന ഇംഗ്ലീഷിലൊക്കെ എനിക്കറിയാം, ഗ്രാമർ മിസ്റ്റേക്കാണ്, ഫുള്ള് പറയുന്നത് ശരിയല്ലെന്നറിയാം. പിന്നെ നമ്മൾ സ്ഥിരം ഇംഗ്ലീഷ് പറയണില്ലല്ലോ, ഇങ്ങനെയൊക്കെ വരുള്ളൂ. ഗൈസ്, അപ്പോൾ നമ്മൾ 3 സ്റ്റേഷൻ മുമ്പ് ഇറങ്ങുവാണേ. നമുക്ക് ഇനി ഇവിടുന്ന് ഉണ്ട്, പക്ഷെ ടൈമില്ല, തീരാറായി. ഇനി നമുക്കൊരു 10 മിനിറ്റ് കൂടി കഷ്ടിച്ചേ ഉള്ളൂ ഗൈസ്. അതുകൊണ്ട് നമുക്ക് ബസ് പിടിച്ചിട്ടില്ല. നമ്മൾ ഇതൊരു ട്രെയിൻ ഓട്ടോയെ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. നമ്മൾ റൂൾസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ബസ് അത്യാവശ്യമായിട്ട് പിടിക്കേണ്ടിയിരിക്കുന്നു. ഒരു മിനിറ്റ് 1 മണിക്കൂർ 20 മിനിറ്റ് ആണ്. 10 മിനിറ്റ് കറക്റ്റ് 14 മിനിറ്റ്. ബസ് എവിടെ? ബസ് സ്കൂൾ ബസ് അതിലെല്ലാം കയറാം. ഓടി മാണ്ട് കൈസ്. ആ ബസ്സിൽ കയറായിരുന്നു, ഈ ബസ്സിൽ കയറി, ഈ ബസ്സിൽ കയറി. ബസ് അയ്യോ മട്ടേ. ലെറ്റ്സ് റിലാക്സ് ആൻഡ് ജസ്റ്റ് സ്റ്റേ ഹിയർ. ഓക്കെ ഗൈസ്, കറക്റ്റ് നമ്മൾ ഓടുന്നൊന്നുമില്ല, പയ്യ മടുത്ത് ഓടി ഓടി വിയർത്ത് കുളിച്ച് നിൽക്കുക. വിഷമങ്ങൾ വാക്കിയാ വേണമെങ്കിൽ വാ. മടുത്തില്ലേ ഓടി? ബസ് ലാസ്റ്റ് ടെൻഷൻ ആയി പോയി. ഓക്കെ ഗൈസ്, ടൈം അപ്പ്. പക്ഷെ നമ്മൾ ഒരുപാട് ദൂരം നമ്മൾ ട്രാവൽ ചെയ്തെന്നൊക്കെ തോന്നി. പക്ഷെ നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നില്ല നമ്മൾ വളഞ്ഞ വന്നത്. എത്ര കിലോമീറ്റർ എനിക്ക് അന്നത്തെ അത്ര പോലെ കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ഒരുപാട് ടൈം എടുത്ത്. നമ്മൾ വന്നത് റോഡ് മാർഗമല്ലല്ലോ. അതെ മെട്രോ കൂടെയും. അപ്പം ഇവിടുന്ന് മാപ്പ് ഇടാം. ഓക്കെ, നിർത്തിക്കോ. ഓക്കെ, നമ്മളെ തുടങ്ങിയെടുത്തുന്ന എത്ര കിലോമീറ്റർ നമുക്ക് ട്രാവൽ ചെയ്ത് നോക്കേ. 22 കിലോമീറ്റർ കൈ. 22. അയ്യോ അത്രയൊന്നും അല്ല ട്രാവൽ ചെയ്ത് തോന്നുന്നു കേട്ടോ. ഏതാണ്ട് ഒരു 40 കിലോമീറ്റർ ട്രാവൽ ചെയ്തതിന്റെ ഫീൽ ഉണ്ട് സത്യത്തിൽ. എലിയണ്ടാ? വയ്യാതായി. 22 കിലോമീറ്റർ ട്രാവൽ ചെയ്തോളോ. മൃദുല വിളിച്ചു നോക്കാം. ഹലോ, ലൈവ് ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ ഇനി മൃദുല കവർ ചെയ്ത് എത്രയും നോക്കാം. 27 കിലോമീറ്റർ ഉണ്ടോ അവര് ജയിച്ചാ. ചേച്ചി നമ്മൾ ജയിച്ചു ഗൈസ്, നമ്മൾ ജയിച്ചു. അവർ 27 കിലോമീറ്റർ ഗൈസ് ട്രാവൽ ചെയ്തത്. ഒരു പിടുത്തം, നമ്മൾ ഒരു സെക്കൻഡ് പോലും നിന്നില്ല. ഓട്ടോ എന്ന് ഗൈസ്. 27 കിലോമീറ്റർ അവർ ട്രാവൽ ചെയ്തത്. നോ ഐഡിയ ഗൈസ്. നമ്മൾ അയച്ചു കൊടുത്താ അവർക്ക്. നമ്മൾ അയച്ചു കൊടുത്ത്. അപ്പൊ അറിഞ്ഞാണല്ലോ, അറിഞ്ഞാണ്. അവിടെ കിടന്ന് എഴുകുവരി.
ഈ കണ്ണട വെച്ചോ, കരയുന്നേരം കാണണ്ട. എനിക്ക് ഭയങ്കര സീരിയസ്ലി എനിക്ക് ജയിക്കണമെന്ന് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരിടത്ത് പോലും നമ്മൾ വേസ്റ്റ് ചെയ്തില്ല. കുഴപ്പമില്ല, വീഡിയോയിൽ കാണാൻ പറ്റും. അത് വീഡിയോയിലൊക്കെ കാണാൻ പറ്റും. നമ്മുടെ ഒരു സ്ഥലത്ത് പോലും നമ്മൾ ഒരു വെറുതെ നിന്നില്ല, ചടപടാ ഓടിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. പക്ഷെ ചാലുവേ അറിയത്തില്ല, തോറ്റുപോയി. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് കാണാം. വാടേ കേറി വാടേ. ഒറ്റ വണ്ടിക്കകത്ത് പോയാ? പിന്നെ 3 വണ്ടി കയറി, പിന്നെ ഞങ്ങൾ ഓടി നടന്നിട്ട് ലാസ്റ്റ് 5 മിനിറ്റ് ഉണ്ടായിരുന്നേ. ഞങ്ങൾക്ക് വയ്യാത്തോണ്ട് ഞങ്ങൾ മെട്രോയിലൊക്കെ സ്പീഡിൽ പോയെന്ന് വിചാരിച്ച്. അന്നേലി പറഞ്ഞു ഇവിടെ ചേച്ചിയേക്കാൾ ഇവിടെ ഒത്തിരി കഥയ്ക്ക് അറിയാതെ, കൂടുതൽ അറിയാതെ. നമ്മളെ തോപ്പിച്ചു മോനെ, നമ്മൾ തോറ്റടാ അമ്പുകുട്ടാ, തോറ്റടാ അമ്പു നമ്മള്. പക്ഷെ ഞാൻ ഒരിക്കലും I didn't expect you win. You didn't expect when I am there. നമ്മള് You should win. നമ്മുടെ റെസ്റ്റ് പോലും എടുത്തില്ല. ചടപട അടുത്ത കയറി ഓടി. ബസ്സിന് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, കുറെ നേരം ഓടി, കുറെ നേരം നടന്നു. അമ്മ ഒരു കുഴപ്പമില്ലാത്തല്ലോ. ആ മുമ്പേ വരുന്നവരായിരുന്നു വിൻ ചെയ്യുന്നത്. ഞങ്ങൾ താഴെ ലിഫ്റ്റ് വന്നിട്ട് താഴെ ലിഫ്റ്റ് കണ്ട് 19. അപ്പൊ ചേച്ചി പറയേണ്ടി അവരവിടെ എത്തിയത്. ആഹാ, നമ്മള് ടോയ്സ് കിട്ടിയല്ലോ. ഇനി എന്ത് വേണം? അപ്പൊ എന്തായാലും ഗൈസ്, നമ്മുടെ മുംബൈയിലെ ഈ ഒരു അടിപൊളി സ്ഥലത്ത് നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അടുത്തതിന് പാർട്ട് 3 എവിടെ വേണം? ചെന്നൈയിലായാലോ? ഓരോ സിറ്റിയിൽ പോയി ഓരോരുത്തർ പോകുമ്പോൾ അവിടെ ചെയ്യാം. ദുബായ്, ചെന്നൈ, എല്ലായിടത്തും നമുക്ക് ഈ ഒരു ചലഞ്ച് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ അത്രയുള്ള ഗൈസ്. അപ്പൊ ഹോപ്പ് യു അടുത്തൊരു ഏത് ഡെസ്റ്റിനേഷനെ അടുത്ത ചലഞ്ച് ചെയ്യണമെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യും. അതല്ല അത്രേ ഉള്ളൂ. അപ്പൊ ഹോപ്പ് യു ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.